എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോവിന്ദമൈത്രയാണ്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇവിടെ നമ്മുടെ നാലിശ്ശേരിക്കാവിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നാലിശ്ശേരിക്കാവിലാണത്. ഇവിടെ 6-ാം തീയതി മുതൽ 17-ാം തീയതി വരെ പുനഃപ്രതിഷ്ഠ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ 6-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും അറിവിലേക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അമ്പലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പന്തൽ. ഇന്ന് വരെ എളമ്പലശ്ശേരി നാലിശ്ശേരിക്കാവിൽ കാണാത്ത ഒരു പന്തൽ. അതെന്താ വെച്ചാൽ ഇവിടെ എല്ലാ പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രതിഷ്ഠാദിനമല്ല. നാലിശ്ശേരിക്കാവിലെ ആദ്യം ശ്രീകോവിൽ തൊട്ടിട്ട് അതിൻ്റെ എല്ലാ അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പുതുക്കി പണിത ഒരു അതിൻ്റെ പ്രതിഷ്ഠാദിനാണ് പണിതിട്ടുള്ളത്. ഇന്ന് വരെ ഈ ചരിത്രത്തിൽ, നാലിശ്ശേരിക്കാവിൻ്റെ ചരിത്രത്തിൽ പോലും ഇത്രയും ഒരു ഭംഗിയായി അമ്പലത്തെ മാറ്റാൻ സാധിക്കുമെന്ന് നമ്മുടെയൊക്കെ ഈ ഒരു കാലത്ത് സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നാലും ഇത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത് പുതുക്കി പണിയുക എന്ന് പറഞ്ഞ അടിത്തറ തൊട്ട് തറ തൊട്ടിട്ട് ശ്രീകോവിൽ വരെ, ഭഗവതി ഇരിക്കുന്ന സ്ഥലം വരെ പുതിയതാക്കി മാറ്റാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചു. അതിനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട ഒരാളുണ്ട്. നമ്മുടെ ഈ കാവിൻ്റെ ശശികാന്ത് എന്ന് പറയും, എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. ഇപ്പോൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും കൂടിയാണ്. ഈ മലബാർ ദേവസ്വത്തിൻ്റെ 10-20 അമ്പലത്തിൻ്റെ ഓഫീസറും കൂടിയാണ്. അത് നാലിശ്ശേരിക്കാവിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചത് അദ്ദേഹത്തിന് മാത്രമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുമാണ്, എൻ്റെ സഹപാഠിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ നാലിശ്ശേരിക്കാവ് എന്ന് പറയുന്ന സംഭവം ഞങ്ങൾക്കൊക്കെ എന്താ പറയുക, എല്ലാ കാലത്തും വളരെ ഞങ്ങളെ നാലിശ്ശേരി അമ്മയാണ് നമ്മളെയൊക്കെ പിടിച്ച് ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ട് നമ്മൾ ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നേ ഉള്ളൂ. 6-ാം തീയതി തൊട്ടിട്ടാണ് എല്ലാം ഇവിടെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും ഒക്കെ ഉള്ള ഭക്ഷണ സൗകര്യങ്ങൾ ഭക്തർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരികയാണെന്ന് വെച്ചാൽ ഭക്തർക്ക് വളരെ സന്തോഷകരമായിരിക്കും. കാരണം ഭക്തിയോടുകൂടെ പിന്നെ എല്ലാ ദിവസവും വിപുലമായ പ്രോഗ്രാമുകളാണ് നടക്കുന്നത്. 17-ാം തീയതി വരെ അമ്മയെ കുടിയിരുത്തി പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന അതുവരെ കലശവും പുനഃപ്രതിഷ്ഠയും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. നവീകരണ കലശമാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ നാലിശ്ശേരിക്കാവിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കാണിച്ചത് ഇതാണ്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. കാരണം ഞാൻ ഈ നാലിശ്ശേരി അമ്മ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളും കൂടി ആയതുകൊണ്ട് നാലിശ്ശേരി അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ എന്നും ചെയ്യാറുണ്ട്. ഇത് നമുക്ക് നാലിശ്ശേരി അമ്മ വിട്ടിട്ട് ഞങ്ങൾക്ക് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഒന്നും തന്നെ ഇല്ല. ഞാനിവിടെ എനിക്ക് എല്ലാ കാലത്തും ഈ നാലിശ്ശേരി കുട്ടിക്കാലം മുതൽ ഇന്ന് വരെയും ഇവിടുത്തെ ഈ അമ്മയോടുള്ള പ്രതിബദ്ധത എന്നും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒപ്പം നമ്മുടെ എല്ലാ ഭക്തരും 6-ാം തീയതി മുതൽ ഇവിടെ 17-ാം തീയതി വരെ പൂർണ്ണമായും ഉണ്ടാവണമെന്ന് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ എല്ലാ ദിവസവും പ്രോഗ്രാമുകളുണ്ട്. വൈകുന്നേരം വരെയുള്ള പ്രോഗ്രാം 17-ാം തീയതി വരെയും. അപ്പോൾ ഇത്രയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാം എളമ്പലശ്ശേരി ഈ അംശം ദേശത്ത് നടക്കുന്നത്. ഇതുവരെ ഇത്രയും വലിയൊരു പ്രോഗ്രാം നടന്നിട്ടില്ല. അതിന് ഇതിൻ്റെ എല്ലാമായിട്ടുള്ള ശശികാന്താണ് ഇതെല്ലാം വളരെ കൃത്യമായി നോക്കി എല്ലാം കൃത്യതയോടുകൂടെ അതിൻ്റെ എല്ലാ ഐഡിയകളും പറഞ്ഞ് കൃത്യതയോടെ നടത്താനുള്ള ഒരു പ്രാവീണ്യം നേടിയ ഒരാളും കൂടിയാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ശ്രീ നാലിശ്ശേരിക്കാവിലത്തെ അമ്മയുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തി അതുള്ള ഈ അമ്പലത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ ഈ അമ്പലം കൂടുതൽ ഇത്രയും സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പഴയ കാലത്തെ ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ
കാരണം ഒന്നും പഴയതായിട്ട് വെച്ചിട്ടില്ല, എല്ലാം പുതിയത് തന്നെ, നവീകരണം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്ര വളരെ ചുരുങ്ങിയ വർഷം കൊണ്ടാണ് ഇത് നടക്കുന്നത്. എല്ലാവരും എത്തിച്ചേരുക. നവീകരണ കലശത്തിലേക്ക് എല്ലാവർക്കും, എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയാണ്. എല്ലാവരും എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവരും നാൽശ്ശേരി അമ്മയുടെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാണിച്ചു തരാം.